സ്നേഹതീരം കൂട്ടായ്മയുടെ 7ാം വാർഷിക ആഘോഷം ഈ മാസം 26, 27 തീയതികളിലായി വിപുലമായി ആഘോഷിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, ആഞ്ചേരി വള്ളിയാട് ഇരിങ്ങാലപ്പുറത്ത് മുക്ക് എന്ന് പറയുന്ന പ്രദേശത്ത് കഴിഞ്ഞ 7 വർഷമായി വളരെ സുഖകരമായ രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു കൂട്ടായ്മയാണ് സ്നേഹതീരം കൂട്ടായ്മ. സ്നേഹതീരം കൂട്ടായ്മയുടെ 7ാം വാർഷികം ഈ വരുന്ന ജനുവരി 26 തിങ്കൾ 27 ചൊവ്വ ദിവസങ്ങളിൽ നടക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ സ്നേഹതീരം കൂട്ടായ്മയെക്കുറിച്ച് 1-2 കാര്യങ്ങൾ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. സമൂഹത്തിലെ നാനാതുറകളിലുള്ള ചെറുപ്പക്കാരായ എല്ലാവരും കൂടിച്ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് സ്നേഹതീരം കൂട്ടായ്മ. നമ്മുടെക്കറിയാം, നിർധനരായ, നിരാലംബരായ, പ്രയാസമുള്ള രോഗികൾക്ക് മാസത്തിൽ 50,000-ഓളം രൂപ വരുന്ന മരുന്നുകൾ ഈ കഴിഞ്ഞ മാസം വരെയും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വീട്ടിൽ കിടപ്പിലായ ആതുര സേവന മേഖലയിൽ സ്നേഹതീരത്തിൻ്റെ വലിയൊരു പ്രവർത്തനം ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്ന രീതിയിൽ വീടുകളിൽ നിന്ന് 4 ചുമരുകൾക്കുള്ളിൽ ഒരുപക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് അവരെ സൂക്ഷിക്കാനും പരിപാലിക്കുവാനും എന്തൊക്കെയുള്ള പ്രായം ചെന്ന ആളുകളിടയിലേക്ക് അവരെ പരിപാലിക്കുകയും അവർക്ക് വേണ്ട സ്വാന്തന വാക്കുകളും അതേപോലെ പരിചരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയുടെ പേരാണ് സ്നേഹതീരം എന്ന് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു തിരക്ക് പിടിച്ച ധൃതിയുള്ള ഒരു കാലത്ത് ഇതേപോലെയുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്ന ഈ സ്നേഹതീരത്തിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ 7ാം വാർഷികം ഈ വരുന്ന ദിവസങ്ങൾ നടക്കുകയാണ്. അതിൽ 26-ാം തീയതി തിങ്കളാഴ്ച നമുക്കറിയാം, നമ്മുടെ നാടുകളിൽ ഇന്ന് കിഡ്നി സംബന്ധമായ രോഗം വളരെ വലിയ രീതിയിൽ വർദ്ധിച്ചു വരികയാണ്. ഒരു വീട്ടിൽ 1-2 രോഗികൾ ഉണ്ടാകുന്ന ഒരവസ്ഥ പോലും നമ്മളൊക്കെ സാക്ഷിയാവുന്ന ഈ സമയത്ത് ഈ കിഡ്നി രോഗത്തെ മുൻകൂട്ടി കണ്ട് രോഗം വരുന്നത് വരെ കാത്തിരിക്കാതെ അങ്ങനെ കിഡ്നി രോഗ നിർണയ ക്യാമ്പ് തിങ്കളാഴ്ച 9 മണിക്ക് നടക്കുകയാണ്. അതേപോലെ തന്നെ ബ്ലഡ് ഗ്രൂപ്പിംഗ് രക്തനിർണയ ക്യാമ്പും 26-ാം തീയതി തിങ്കളാഴ്ച 9 മണിക്ക് സ്നേഹതീരം കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ രാവിലെ 9 മണിക്ക് നടക്കുകയാണ്. അന്ന് ഇത് പരിപാടിയാണ് 26-ാം തീയതി ഉള്ളത്. 27-ാം തീയതി നമുക്കറിയാം, മുഹമ്മദ് ആസിം വെളിമണ്ണ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അവൻ ഉദ്ഘാടനം ചെയ്യുന്ന സാംസ്കാരിക സദസ്സും നമ്മുടെ പ്രദേശത്തുള്ള സാംസ്കാരിക പൗര പ്രമുഖർ അണിനിരക്കുന്ന സംബന്ധിക്കുന്ന ഒരു പരിപാടിയാണ് അന്ന് വൈകുന്നേരം നടക്കുന്നത്. 27-ാം തീയതി ആസിം വെളിമണ്ണയാണ് പരിപാടിയുടെ ഉദ്ഘാടകൻ. അതിനുശേഷം കോൽക്കളി, ഒപ്പന, അർബന പോലത്തെ പരിപാടികൾ അരങ്ങേറുന്നു. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ സ്നേഹതീരം ഉണ്ടാക്കിയ സ്നേഹതീരത്തിന് നെടുതൂൺ എന്ന് പറയുന്ന അബ്ദുസമദ് CC ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷവും ഇതേപോലെ പ്രസ് കോൺഫറൻസ് നമ്മൾ നടത്തുകയും സ്നേഹതീരം പരിപാടി വളരെ ഗംഭീരമാക്കുകയും നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ പരിപാടി ഓടി ചാടി നടന്ന നമ്മുടെ ഇതിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള അബ്ദുസമദ് അകാലത്തിൽ നിര്യാതനായിപ്പോയി. അദ്ദേഹത്തിൻ്റെ പേരിലാണ് നമ്മൾ ഈ നഗറിൻ്റെ പേരിട്ടിരിക്കുന്നത്. അപ്പോൾ സമദിനെയും ഈ ഒരു സമയത്ത് അനുസ്മരിക്കേണ്ടതാണ്. സമദിനെയും നമ്മൾ ഈ ഒരു സമയത്ത് വിസ്മയിക്കാതെ അനുസ്മരണത്തിൽ കൊണ്ടുവരികയും ചെയ്യുകയാണ്. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.